അപ്പോൾ ഇതിനൊന്നും കേട് സംഭവിക്കാത്ത രീതിയിൽ പതുക്കെ ലൂസ് ചെയ്ത്, അതായത് പതുക്കെ കൈകൊണ്ട് വലിച്ച് ഇളക്കിയെടുക്കുക. നമ്മൾ പുതിയതായിട്ട് ബൾബ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെഡ് ലാമ്പിൻ്റെ ഫോക്കസിൽ ചെറിയ വ്യത്യാസം വരും. നമ്മൾ ഈ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കറക്റ്റായിട്ടുള്ളൊരു പൊസിഷനിലോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സാധാരണഗതിയിൽ പൾസർ 180 വരുന്നത് സാധാ ഹാലജൻ ബൾബാണ്. നമ്മളിന്ന് ഈ ഹാലജൻ ബൾബ് മാറ്റി ഇതിൽ LED ബൾബ് എങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോഴേ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു ഇൻസുലേഷൻ ടേപ്പ് കറുപ്പ്, പിന്നെ ഒരു 10-ൻ്റെ സ്പാനർ, സാധാ സ്പാനർ, പിന്നെ ഒരു നൈഫ്, പിന്നെ വേണ്ടത് ഒരു 10-ൻ്റെ ടീ സ്പാനർ, പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ. ഇത്രയാണ് നമുക്കിതിൽ ആവശ്യമുള്ളത്. ആദ്യം നമുക്കിതിൻ്റെ ഫ്രണ്ട് ഡൂം ഒന്ന് അഴിച്ചെടുക്കാം. നമ്മൾ ഈ ഫ്രണ്ട് ഡൂം അഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇത് പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് മാത്രമേ അഴിക്കാവൂ. നമ്മളിതിൻ്റെ സ്ക്രൂവെല്ലാം അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്പർ പ്ലേറ്റ് ഇളക്കാതെ തന്നെ നമുക്കിതിനെ അഴിച്ചെടുക്കാൻ സാധിക്കും. പക്ഷെ നമ്പർ പ്ലേറ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ, നമ്പർ പ്ലേറ്റ് ഒന്ന് ഇളക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ സൗകര്യത്തിന് ഇളക്കാൻ സാധിക്കും. അപ്പോൾ ഞാനെന്തായാലും ഒന്ന് നമ്പർ പ്ലേറ്റ് ഇളക്കി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്പർ പ്ലേറ്റ് ഇളക്കാം. ഇതിന് ഒരു 10-ൻ്റെ സ്പാനറാണ് ഇതിന് ആവശ്യമുള്ളത്. നമ്പർ പ്ലേറ്റ് ഇളക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അടിവശത്ത് 2 നെട്ട് കൂടെ ഉണ്ട്. ആ 2 നെട്ടും അഴിക്കണം. അതിനുശേഷം നമ്മുടെ ഈ ഇൻഡിക്കേറ്ററിൻ്റെ സൈഡ് വശത്ത് അല്പം ഈ പ്ലാസ്റ്റിക്കിനൊന്ന് എളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ 2 10-ൻ്റെ നെട്ടുണ്ട്. ഓരോ 2 സൈഡിലായിട്ടാണ്. ഈ 2 നെട്ടും ഒരു ടീ സ്പാനർ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ അഴിച്ചെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ആ ഡൂമിന് ഒന്ന് പതുക്കെ, അതായത് ഇതിൻ്റെ അകത്ത് വയറിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊന്നും കേട് സംഭവിക്കാത്ത രീതിയിൽ പതുക്കെ ലൂസ് ചെയ്ത്, അതായത് പതുക്കെ കൈകൊണ്ട് വലിച്ച് ഇളക്കിയെടുക്കുക. ഇതാണ് അതിൻ്റെ BC യൂണിറ്റ്. ഇത് വളരെ ശ്രദ്ധിച്ചാണ് നമ്മളിതിനെ ഇളക്കി അങ്ങോട്ട് വയ്ക്കാൻ, ഇതിൻ്റെ കറക്റ്റ് ആയിരിക്കുന്ന പൊസിഷനിൽ നിന്ന്. കാരണം ഇതിൻ്റെ കണക്ഷൻസിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഈ BC യൂണിറ്റ് കംപ്ലൈൻ്റ് ആവും. പിന്നെ ഇതിനെ റീപ്ലേസ് ചെയ്യുക നിവൃത്തിയുള്ളൂ. അപ്പോഴതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. അതുപോലെ ഈ റബ്ബർ ക്യാപ്പ് വളരെ ശ്രദ്ധിച്ച് ഊരിയെടുക്കണം. ഈ റബ്ബർ ക്യാപ്പിലാണ് ഈ നമ്മളെ നിലവിൽ അതിലുള്ള ബൾബിൻ്റെ കണക്ഷൻ സോക്കറ്റ് ഈ റബ്ബർ ക്യാപ്പിലാണുള്ളത്. അപ്പോൾ അതാദ്യം നമുക്ക് ശ്രദ്ധിച്ച് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ആ ബൾബിനെ, ഈ ലോക്കിനെ ഒന്ന് റിലീസ് ചെയ്തിട്ട് പതുക്കെ ഇളക്കിയെടുക്കാം. നമ്മൾ LED ബൾബ് ഹെഡ് ലാമ്പായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ ഹെഡ് ലാമ്പിൽ വരുന്ന കണക്ഷൻ 100% DC വോൾട്ട് തന്നെ ആയിരിക്കണം. പൾസറിൽ ഹെഡ് ലാമ്പ് എപ്പോഴും DC വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് വേറെ സർക്യൂട്ടുകളൊന്നും ഇതിൽ കൊടുക്കേണ്ടതില്ല. അതായത് AC-യെ DC ആക്കുന്ന സർക്യൂട്ടുകളൊന്നും ഇതിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് തന്നെ ബൾബിൻ്റെ കണക്ഷനിലോട്ട് LED-യുടെ കണക്ഷൻ കണക്ട് ചെയ്താൽ മാത്രം മതിയാവും. നമ്മളിതിലോട്ട് ബൾബ് തിരിച്ച് ഇൻസെർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കതിൽ നോക്കിയിട്ട് അതിൻ്റെ ആ സോക്കറ്റ് കണക്കാക്കി ഇറക്കി വയ്ക്കുക. ഇറക്കി വെച്ചതിന് ശേഷം ഈ ലോക്ക് കൃത്യമായിട്ട് ലോക്ക് ചെയ്തങ്ങ് വയ്ക്കുക. ഓക്കെ, കണക്ഷൻ കൊടുത്തു. അപ്പോൾ നമ്മളൊരു കാര്യം ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ഈ LED ബൾബിൻ്റെ ബാക്ക് സൈഡിൽ ഒരു കൂളിംഗ് ഫാനുണ്ട്. അതായത് ഇത് ഹീറ്റാവും, നല്ല രീതിയിൽ ഹീറ്റാകുമ്പോൾ ഈ ഹീറ്റിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൂളിംഗ് ഫാൻ ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ കൂളിംഗ് ഫാന്
പുറത്തോട്ട്, അതായത് ഇവിടുത്തെ ഈ കൂളിംഗ് ഫാനിൻ്റെ എയർ വെളിയിലോട്ട് പോകാൻ വേണ്ടി നമ്മൾ ഈ സ്പേസ് ഇവിടെ ഇട്ടിക്കണം. ബാക്കി ഇവിടെ നമ്മൾ പൊടിയൊന്നും അടിച്ചു പോയിരിക്കാൻ വേണ്ടി ഈ റബ്ബർ ക്യാപ്പിനെ നമുക്ക് തിരിച്ചടച്ചു വയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യേണ്ടത്, ഈ റബ്ബർ ക്യാപ്പിലൂടെ ഈ കൂളിംഗ് ഫാനിൻ്റെ എയർ പുറത്ത് വരണമെങ്കിൽ ഈ റബ്ബർ ക്യാപ്പ് ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ കട്ട് ചെയ്തിട്ടാണ് ഈ റബ്ബർ ക്യാപ്പ് ഇട്ട് ഇവിടെ അടയ്ക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്യണം. റബ്ബർ ക്യാപ്പ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ റബ്ബർ ക്യാപ്പ് ഇട്ട് നമ്മളിവിടെ അടയ്ക്കുകയും വേണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ ഇതേ ഈ സംഗതി എടുത്ത് ഇവിടെ അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ചെറിയ വെള്ളമൊന്നും അകത്ത് കയറത്തില്ല. മെയിൻ ഗുണമെന്ന് പറഞ്ഞാൽ വെള്ളം കയറത്തില്ല, വെള്ളവും കയറില്ല, നമുക്ക് ആ ചൂട് എയർ പുറത്ത് പോവുകയും വേണം. ഇതാണ് എൻ്റെ കണക്ഷൻ. നമ്മൾ ഈ ഇത്രയും ഭാഗമാണ് കട്ട് ചെയ്ത് മാറ്റിയത്. ഈ കണക്ഷൻ കൃത്യമായിട്ട് അനങ്ങാണ്ടിരിക്കാനും വെള്ളം ഇറങ്ങാതിരിക്കാനും വേണ്ടി നമുക്കതിനൊരു ഇൻസുലേഷൻ ടേപ്പ് എടുത്ത് നല്ല രീതിയിലൊന്ന് ചുറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കണക്ഷൻ ലോക്ക് ആയിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ചെക്ക് ചെയ്യാൻ നോക്കാം. നമ്മളിപ്പോൾ ബൾബ് എല്ലാം പരിശോധിച്ചിട്ടുണ്ട്. നമ്മൾ പ്രധാനമായിട്ടൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഹെഡ് ലാമ്പ് ഫോക്കസിങ് സ്ക്രൂ. നമ്മൾ പുതിയതായിട്ട് ബൾബ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെഡ് ലാമ്പിൻ്റെ ഫോക്കസിൽ ചെറിയ വ്യത്യാസം വരും. അതായത് ഒന്നുകിൽ മുകളിലോട്ടോ അല്ലെങ്കിൽ അല്പം താഴോട്ടോ ആയിരിക്കും ഇതിൻ്റെ ഹെഡ് ലാമ്പിൽ നിന്ന് പ്രകാശം വരുന്നത്. അപ്പോൾ നമ്മളിത് ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കറക്റ്റായിട്ടുള്ളൊരു പൊസിഷനിലോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്കിതിനെ ഫിറ്റ് ചെയ്യാം. നമ്മൾ ഇളക്കിയതുപോലെ വളരെ ശ്രദ്ധിച്ചാണ് ഇതിനെ ഫിറ്റ് ചെയ്യേണ്ടത്. ഇവിടെ കാണുന്ന ഈ കണക്ഷൻ സോക്കറ്റുകളെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ ഇതിരുന്ന കറക്റ്റ് പൊസിഷനിലോട്ട് നമ്മൾ വെച്ചതിന് ശേഷം മാത്രമേ ഇത് അടയ്ക്കാൻ പാടുള്ളൂ. കാരണം ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ലൂസാവുകയോ അല്ലെങ്കിൽ ഇത് ഷോർട്ടാവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബോഡി കൺട്രോൾ യൂണിറ്റ് പെട്ടെന്ന് കേടുവരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബോഡി കൺട്രോൾ യൂണിറ്റ് കേടായി കഴിഞ്ഞാൽ അത് മാറ്റിയിടുകയേ നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നമുക്കത് ഫിറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ഈ സൈഡിലെ 2 നട്ടുകളും ഉറപ്പിക്കാം. അതിനുശേഷം അടിയിലുള്ള ഈ നട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ സ്ക്രൂ എല്ലാം ഒന്ന് ഫിറ്റ് ചെയ്യാം. സ്ക്രൂ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് സ്ക്രൂ ഓവർ ടൈറ്റ് ആക്കാതെ ഫിറ്റ് ചെയ്യുക. അവസാനം നമുക്ക് നമ്പർ പ്ലേറ്റ് കൂടെ ഒന്ന് ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ LED ഫിറ്റിങ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിനെ ഓൺ ചെയ്ത് ആദ്യം നമ്മൾ ചെക്ക് ചെയ്തു. അപ്പോൾ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞ് നമുക്കിതിനെ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. എല്ലാം ഓക്കെയാണ്. ഇനി ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇതിൻ്റെ ഈ വലത് സൈഡിൽ ഈ ഭാഗത്തായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഹെഡ് ലാമ്പ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട സ്ക്രൂ ഉണ്ട്. അതൊരു മൈനസ് സ്ക്രൂ ആണ്. അപ്പോഴത് നമുക്കൊരു മൈനസ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ ഫോക്കസ് അത് നമുക്ക് കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ഇനിയും ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.